നമ്മളുടെ ഗ്രീഷ്മക്കുട്ടിക്ക് തൂക്കുകയർ ലഭിച്ചിരിക്കുകയാണ്. അതായത് കഷായം ഗ്രീഷ്മയ്ക്ക്. സാധാരണ റയറസ്റ്റ് ഓഫ് റയർ കേസിനാണ് തൂക്കുകയർ കിട്ടാറുള്ളത്. പക്ഷെങ്കിൽ ഇത് ഒരു റയറസ്റ്റ് ഓഫ് റയർ കേസ് ആണോ എന്ന് തന്നെ ഒരു ചർച്ചാ വിഷയമാണ്. ഉത്തര കേസ് നമുക്കറിയാം. കൊല്ലത്ത് ഭർത്താവ് ഭാര്യയെ പാമ്പ് കടിപ്പിച്ച് കൊല നടത്തി. അതും സ്നേഹിച്ച ഒരു പെണ്ണിനെ, ജെൻഡർ വ്യത്യാസമേ ഉള്ളൂ, ജീവൻ തുല്യം സ്നേഹിച്ച ഒരു പെണ്ണിനെ ഈ രീതിയിൽ കൊല്ലുകയായിരുന്നു. വിശ്വസ്തയോടുകൂടി തന്നെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനുഷ്യന് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സൂരജാന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന തൂക്കുകയറല്ല, ലൈഫ് ഇംപ്രസൺമെന്റ് ആണ്. 17 വർഷം കണ്ട് ലൈഫ് ഇംപ്രസൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം എന്നാണ്. അതാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്, സൂരജിന്. പക്ഷെങ്കിൽ മറിച്ച് ഗ്രീഷ്മയുടെ കാര്യത്തിൽ ലൈഫ് ഇംപ്രസൺമെന്റ് കിട്ടേണ്ടതിന് പകരം ഇതാണ്, തൂക്കിക്കൊലയാണ് കിട്ടിയിരിക്കുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെങ്കിൽ അത് എത്രത്തോളം നടക്കും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാര്യം ചാൻസ് കുറവാണ്. നമുക്കറിയാം, അപ്പീൽ പോകാം, ഹൈക്കോടതി പോകാം, സുപ്രീം കോടതി പോകാം, പിന്നെ പ്രസിഡന്റിന്റെ അടുത്ത് പോകാം, ഒക്കെ പോകാം. നമുക്ക് ജിഷയുടെ കൊലപാതകം നടത്തിയ അയാൾ വരെ ഇപ്പോൾ കിടക്കുകയാണ് കൊലപാതകത്തിന്, തൂക്കിക്കൊലയ്ക്ക് വേണ്ടി. പക്ഷെങ്കിൽ ഇത് ചാൻസ് ഇല്ല. ഈ പുള്ളിക്കാരത്തി ലൈഫ് ഇംപ്രസൺമെന്റോടുകൂടി തന്നെ റെഡി ആവുമെന്നാണ് തോന്നുന്നത്. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ, അദ്ദേഹത്തിന്റെ കഴിവ് ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എവിഡൻസും ഇല്ല. അതായത് ഈ പാരക്വറ്റ് എന്ന് പറയുന്ന ഒരു ഹെർബിസൈഡ്, അതായത് പുല്ല് കരിക്കാന്, പോച്ചയ്ക്ക്, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഹെർബിസൈഡാണ് ഈ ഗ്രീഷ്മ ഇദ്ദേഹത്തിനെ കൊല്ലാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ സാധാരണ ഈ ഹെർബിസൈഡ്സിന്റെ അവശിഷ്ടങ്ങൾ സ്രവത്തിൽ കാണേണ്ടതാണ്. പക്ഷെങ്കിൽ ഷാരോൺ മരിക്കുന്നത് 11 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷമാണ് മരിക്കുന്നത്. അതിനോടിടയ്ക്ക് 2 ഡയാലിസിസ് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നും ശരീരത്തിന്റെ ഒരു സ്രവങ്ങളിലും ഇത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിനെയും ക്രോഡീകരിച്ചുകൊണ്ട് ഇദ്ദേഹം യൂറോളജി, ന്യൂറോളജി, നെഫ്രോളജി, സൈക്യാട്രി, ഫോറൻസിക്, ഇവരെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കൊറാബറേറ്റീവ് എവിഡൻസ് ഉണ്ടാക്കിക്കൊണ്ട് ആ കേസിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതൊരു വലിയ കഴിവാണ്. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ പറ്റി അത്രയ്ക്ക് നോളജ് ഉണ്ടായിരിക്കും. കോടതിയെ വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന്റെ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ നമുക്ക് കാണേണ്ടത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു റേറ്റിംഗ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൊണ്ട് കൊലപ്പെടുത്തിയാൽ അത് വെട്ടുകത്തി, അല്ലെങ്കിൽ കാണുന്ന ആളുകൾ വെടിവെച്ചാൽ തോക്ക്, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ അങ്ങ് ഈ കേസ് ഇതിന്റെ വിചാരണ നടക്കുമ്പോൾ അപ്പോൾ എത്രമാത്രം ഒരു സമ്മർദ്ദത്തിലൂടെ, പരീക്ഷണത്തിലൂടെ ആയിരിക്കും അങ്ങ് വ്യക്തിപരമായി കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് ഈ ന്യൂസ് 18-ലെ അങ്ങയുടെ ഈ ചോദ്യം വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഒരു ആയുധം നമുക്ക് കണ്ടെത്താൻ ഇതിനകത്ത് കഴിയില്ല എന്ന് മാത്രവുമല്ല, പ്രോസിക്യൂഷന്റെ കേസ് തന്നെ ഒരു പാരക്വറ്റ് എന്ന വിഷം ഷാരോൺ രാജിന് കൊടുത്ത് കൊലപ്പെടുത്തിയ കേസ് എന്നാണ്. എന്നാൽ ഒരു ചെറിയ ഒരു അംശം പോലും പാരക്വറ്റ് ശരീരത്തിലോ വസ്ത്രത്തിലോ രക്തത്തിലോ അല്ലെങ്കിൽ മറ്റ് വിസർജ്യങ്ങളിലോ ഒരിടത്തും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്ന ഒരു കേസാണിത്. കാരണം അത് വിഷം കൊടുക്കുന്നത് 14-ാം തീയതിയാണ്, മരിക്കുന്നത് 25-ാം തീയതിയാണ്. 11 ദിവസങ്ങൾക്ക് ശേഷമാണ്, 12ാമത്തെ ദിവസമാണ് FIR എടുക്കുന്നത്, പിന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും 3 ഡയാലിസിസുകൾക്കും ഈ ഷാരോൺ വിധേയനായി കഴിഞ്ഞിരുന്നു. എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ആ നഷ്ടപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ വിദഗ്ധ അഭിപ്രായങ്ങളും ഡോക്ടർമാരുടെ സേവനവും ഷാരോണിനെ ചികിത്സിച്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു നിതാന്ത ജാഗ്രതയും ആ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും, മെഡിക്കൽ ആണെങ്കിലും യൂറോളജി, ന്യൂറോളജി, അതുപോലെ ENT, ഈവൻ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ്, അവിടെ ഡിലീറിയം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയതിന്റെ കാരണമൊക്കെ വളരെ വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് കോടതിയിൽ തെളിയിക്കപ്പെട്ടു. അപ്പൊ അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തെളിവുകളിലൂടെ നമുക്ക് ഈ കേസ് തെളിയിക്കാൻ പോലീസിനും കഴിഞ്ഞത്, അത് കോടതിയെ കൺവിൻസ് ചെയ്തിട്ട് ശിക്ഷ ഉറപ്പാക്കുവാനും കഴിഞ്ഞത്. ഭയങ്കരമാണ്. ഈ പാരക്വറ്റ് എന്ന് പറയുന്നത് പുല്ല് കരിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ്. അതാണ് ഈ കുട്ടി കൊടുത്തത്, കലക്കി കൊടുത്തത്. പക്ഷെങ്കിൽ നമ്മൾ കാണേണ്ടത് പുള്ളിക്കാരത്തിയുടെ ആ ഒരു ക്രൂവലായിട്ട് അല്ലെങ്കിൽ ഒരു മൈൻഡിനെയാണ്. ആദ്യം നമ്മൾ ആ കഷായത്തിനകത്ത് അവള് കൊടുത്തു, അപ്പോൾ അവൻ തുപ്പിക്കളഞ്ഞു, കാര്യം ടേസ്റ്റ് വ്യത്യാസം. പക്ഷെങ്കിൽ അത് ഇവള് വിദഗ്ധമായിട്ട് ഈ കഷായം തന്നെ ചൂസ് ചെയ്തതിന്റെ ഒരു വലിയ കാര്യമുണ്ട്. ഈ കഷായം എന്ന് പറയുന്നത് അത് ടേസ്റ്റ് വ്യത്യാസമുള്ള സാധനം. അപ്പോൾ അത് നമുക്ക് പറയാം, അതിന്റെ ടേസ്റ്റ് ആണെന്ന് പറയാം.
അപ്പോൾ അവിടെ ആ ഒരു മൈൻഡ് ഭയങ്കരമാണ്. അപ്പൊ കഷായം തന്നെ ചൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്ത് കലക്കി കൊടുക്കുക എന്നുള്ള പാരാക്വിറ്റ്. ഈ പാരാക്വിറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വിഷമായിട്ടുള്ളൊരു സാധനം. ഭയങ്കര 90% മരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഫേറ്റൽ ഡോസ്, അത് മരിക്കാനുള്ള ഒരു ഡോസ് എന്ന് പറഞ്ഞാൽ 30 മില്ലി പെർ kg ബോഡി വെയിറ്റ്. അതായത് ഒരു നമ്മുടെ 1 കിലോ ഇറച്ചിക്കകത്ത് 30 മില്ലി കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ മരണം എന്ന് പറഞ്ഞാൽ മൾട്ടി ഓർഗൻ ഫെയിലിയർ ആണ്. എല്ലാ അവയവങ്ങളെ അടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അതായത് ബ്രെയിൻ ഒഴികെ ബാക്കിയെല്ലാം കരിഞ്ഞു പോകുന്നുള്ള അവസ്ഥയാണ്. ഈ പാരക്വിറ്റ് ടങ്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് നാക്ക് മാത്രമേ നമുക്ക് വെളി കാണാമല്ലോ, അത് പൊള്ളി അളിഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, നമ്മുടെ അന്നനാളം, നമ്മുടെ ശ്വാസനാളം, നമ്മുടെ അങ്ങ് മലദ്വാരം വരെ ഇരുന്ന് കൊറോസീവായിട്ട്, അതായത് അൾസർ ഉണ്ടായി ഉരുകി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത് ലങ്സിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ പ്രൈമറി മരിക്കുന്നത് ശ്വാസതടസ്സവും കാര്യങ്ങളുമാണ്. മൾട്ടി ഓർഗൻ ഫെയിലിയർ ഉണ്ടാകാം, സെപ്റ്റിക് ഷോക്കാണ്, ഇതൊക്കെയാണ്. എന്നാലും പ്രൈമറിലി ശ്വാസം വലിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം കൂടെ മരണം ഉണ്ടാകുന്നത്. അപ്പം ഓക്സിജൻ കൂടുതൽ കൊടുക്കുന്നതും ഈ ഒരു കാഷ്വാലിറ്റി ലെവല് അഗ്രവേറ്റ് ചെയ്യും, ഒന്നുകൂടെ അത്യാസന്ന നിലയിലേക്ക് പോകും. അപ്പം 11 ദിവസം ആ കുട്ടി അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയായിട്ടുള്ള സാധനമാണ്. അപ്പം ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടി ശരണ്യ എന്ന് പറയുന്ന അവള് ഗ്രീഷ്മ എന്ന് പറയുന്ന അവള് ആ കൃത്യമായിട്ടുള്ള ഡോസേജ് വരെ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് 2-3 ദിവസം തട്ടും. ഇതങ്ങനല്ല. അവന്റെ വെയിറ്റ് എല്ലാം നോക്കി ഒരു 11 ദിവസം കൊണ്ട് മരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ലെവലിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആള് ക്രിമിനലാണ്, ക്രിമിനൽ മൈൻഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. കാര്യം എല്ലാവരും ഇവളെ കുറ്റം പറയുകയാണ്, ശരിയാണ്. പക്ഷെങ്കിൽ ഇവിടെ ആദ്യത്തെ പ്രേമമല്ല ഇത്. ഇവിടെ ഏതാണ്ട് മൾട്ടിപ്പിളിൽ ഒന്നാണിത്. അപ്പം അവരൊന്നും ഇതിനകത്ത് മരണപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ ഒരു പ്രേമ ബിന്ദുവിന്റെ, അതായത് ഒരു കാമുകന്റെ ഒരു വീഡിയോ വന്നായിരുന്നു. അദ്ദേഹം ഇവളുമായിട്ട് ചേർന്ന് പോകാതെ വന്നപ്പോൾ അവരെ സെപ്പറേറ്റഡ് ആയി. പക്ഷെ ഷാരോണിനെ സംബന്ധിച്ചോളം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എന്ത് ശാരീരിക ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ ഒരിക്കലും ഒരു പെണ്ണിന്റെ വീഡിയോ എടുത്ത് നമ്മൾ കൈ വെക്കുക എന്ന് പറയുന്നത് ഒരു പൗരുഷത്തിന് ചേർന്നത്, ഒരു സ്നേഹത്തിന്റെ ആ ഒരു തീവ്രതയ്ക്ക് ഭംഗം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അറിയാം അല്ലെ? അത് ഈ കുട്ടി ചെയ്തിട്ടുണ്ട്, ഷാരോൺ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം ഒത്തിരി വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഇവളെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത്രയും ബുദ്ധിയുള്ള ഒരു കുട്ടി അതിൽ നിന്നും രക്ഷപ്പെടാമായിരുന്നു. ഒരു കൊലയല്ലായിരുന്നു വേണ്ടത്. അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഈ ഷാരോണെ അതിന് മുമ്പിൽ കൊണ്ടുവരണമായിരുന്നു. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ ഷാരോന്റെ ജീവിതം അത്രയേ ഉള്ളൂ. ഈ കുട്ടിയുടെയും ജീവിതം പോയെന്ന് വേണമൊക്കെ പറയാം. കാര്യം അവള് അത്യാവശ്യം പഠിക്കുന്നതും വിവരമുള്ള ഒരു കുട്ടിയായിരുന്നു, പോയെന്ന് വേണം പറയാം. പക്ഷെങ്കിൽ നമ്മൾ നമുക്കെതിരെ ഉണ്ടാകുന്ന എന്ത് ആക്രമണവും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ. കാര്യം അവർക്കൊരു മോഹഭംഗം അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവും. ഒരു സമൂഹം അറിഞ്ഞാൽ എന്താ, കുറ്റമല്ലേ, അത് എനിക്ക് കുറവല്ലേ. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. സ്ത്രീകൾ ഏത് രീതിയിലും മാനസികമായി പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പക്ഷെ ഇങ്ങനെ കൊന്നുകൊണ്ടല്ല. അപ്പൊ എൻ്റെ ഒരു സംശയം, ഈ വിധി നടപ്പാകത്തില്ല. അപ്പീൽ പോയി അവളെ ഒരു ലൈഫ് ഇംപ്രസൺമെന്റിലേക്ക് പോകാനുള്ള ചാൻസുകൾ പ്രധാനമായിട്ടും കാണുന്നുണ്ട്.